ആദ്യം ഇവളുടെ അനിയൻ്റെ അടുത്താ പറഞ്ഞത്. അന്ന് രാത്രി തന്നെ അവൻ വീട്ടിൽ പറഞ്ഞു കൊടുത്തു. അന്ന് തന്നെ ആദ്യത്തെ ഫോണ് പുള്ളിൽ പൊട്ടിച്ചേ. അല്ല, ആ ഒരു ഫോൺ തന്നെ പൊട്ടിക്കും നന്നാക്കി തരും, പൊട്ടിക്കും നന്നാക്കി തരും, അവരുടെ പൊട്ടിക്കും അവരുടെ നന്നാക്കി തരും, അങ്ങനെയായിരുന്നു. നിന്റെ ഒരു ഇതെങ്ങനെയായിരുന്നു? നീ അവളോട് ഇറങ്ങി വാ, അങ്ങനെ അപ്പോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എക്സാം എല്ലാം കഴിഞ്ഞ് വേറെ കെട്ടിക്കാം തിരുവനന്തപുരം, അവിടെ വേറെ ഏതൊരു കല്യാണം ശരിക്കും വന്നു കെട്ടിക്കാനുള്ള ഒരു പ്ലാനിലായിരുന്നു. പിന്നെ കറക്റ്റ് സാഹചര്യം അതായിട്ട് അവൾക്ക് തോന്നി. സാഹചര്യമല്ല, വീട്ടിൽ തല്ലുകൊണ്ട് ആകെ മെൻ്റലി ആകെ ഡൗൺ ആയിട്ട്. വീട്ടുകാരും അത് ഇറങ്ങി വന്നതിന് ശേഷം അവർക്കും അത്ര നല്ല മൈൻഡിലല്ല ഇപ്പം ഇരിക്കണത്. അമ്മയൊക്കെ ആകെ വിഷമത്തിലാണ്. അതിനെനിക്കും വിഷമം ഉണ്ട്. എന്തായാലും സംഭവിച്ചു പോയി. പിന്നെ ഇനി അത് ഓട്ടോമാറ്റിക്കായിട്ട് പാച്ചപ്പ് ചെയ്ത് എടുക്കണമല്ല. ഈ സമയത്തൊന്നും സപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് കൂടെ ആരും ഇല്ലായിരുന്നോ? സപ്പോർട്ടായിട്ട് ഇല്ല. അങ്ങനെ സപ്പോർട്ടായിട്ട് ഫ്രണ്ട്സിനെ അങ്ങനെ ഞാൻ കൂട്ടിയിട്ടില്ല കൂടെ. ആകെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടും കാര്യങ്ങളൊക്കെ എടുക്കാൻ കുറച്ച് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ശരിക്കും എല്ലാം ചെയ്തത് ഒറ്റയ്ക്ക് തന്നെയാണ്? ഒറ്റയ്ക്ക് തന്നെ ചെയ്തത്. ഇതിപ്പോ സോനയുടെ വീട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ വീട്ടുകാരോട് എന്താ പറയാനുള്ളേ? അച്ഛനും അമ്മേനോടും പറ്റിപ്പോയി എന്ന് പറയടി. പോയി സ്വീകരിക്കണം പറഞ്ഞോ. അച്ഛനും അമ്മേനോട് എന്താ പറയാനുള്ളേ? അച്ഛനും അമ്മയോടും അമ്മ ഹോസ്പിറ്റലിലാന്നൊക്കെ പറഞ്ഞു പോയതിനു ശേഷം. അപ്പൊ അമ്മ അത്രയ്ക്കും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അമ്മയ്ക്ക് ഭയങ്കര വിഷമായി. അമ്മ ഹോസ്പിറ്റലിലാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങള് അമ്മേനെ ഒന്ന് വിളിക്കണമെന്നുണ്ട്, സംസാരിക്കാൻ താല്പര്യമില്ല അമ്മയ്ക്ക്. നീ വിളിച്ചു നോക്കിയോ? വിളിച്ചു, പക്ഷെ ഫോൺ മേടിക്കുന്നില്ല. ഇവിടാന്ന് പറയുമ്പോ ഫോൺ മേടിക്കില്ല. അനിയനെ വിളിച്ചായിരുന്നു. അനിയൻ പറഞ്ഞു ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നീ പറഞ്ഞു ഒരുപാട് അമ്മ മാറിപ്പോയതാണോ, അമ്മ ഒരുപാട് തല്ലി അല്ലെങ്കിൽ ഒരുപാട് വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത്രയൊക്കെ ആയാലും നമ്മുടെ അമ്മയാ. ഈ സമയത്ത് നമ്മൾ കാണിക്കുന്ന ഒരു കാര്യത്തിൽ ദേഷ്യം ഉണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പം അത് അവർ മറക്കും. പിന്നെ വീണ്ടും പഴയതുപോലെ തന്നെ നമ്മുടെ അടുത്ത് വരും. അതാണ് നമ്മുടെ അമ്മമാരുടെ പ്രത്യേകത. അപ്പോൾ ആ ഒരു കാര്യം നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അമ്മേനോടൊന്ന് കാര്യമായിട്ട് സംസാരിച്ചില്ല, അല്ലെങ്കിൽ അച്ഛനോട് സംസാരിക്കുന്നതിനും കാര്യമായിട്ട് അമ്മേനോടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ അമ്മ അത് കേട്ടിരുന്നേനെ. ഒരു സമയത്ത് എന്തായാലും ദേഷ്യം വരും. അതിപ്പോൾ ഏത് അമ്മയ്ക്കായാലും വരും, എന്ത് തെറ്റ് ചെയ്താലും വരും. ഒരു വട്ടം പിടിച്ചപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ, അമ്മ എന്നോട് ചോദിച്ചു നിനക്ക് ഇവനെ തന്നെ മതിയോന്ന് ചോദിച്ചു. അമ്മ ആമെന്ന് പറഞ്ഞു, ഇത് മതി എന്ന് പറഞ്ഞു. സമ്മതിക്കണില്ല അവര്. വേറെ അത് മാത്രല്ല, ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ പുറത്തു പറയാൻ പറ്റാത്ത മറ്റൊരു കാര്യമുണ്ട്. പക്ഷെ അത് എല്ലാവർക്കും പറയാൻ പറ്റില്ല. എല്ലാവരും മെച്യൂരിറ്റി ഇല്ലാതെ ഇറങ്ങി വന്ന് അങ്ങനെ പറയത്തുള്ളൂ. കാരണം അവർക്ക് 18 വയസ്സേ ആയിട്ടുള്ളൂ. 18 വയസ്സ് കഴിഞ്ഞിട്ട് ഡിസംബറിലാണ് ആയത്. പക്ഷെ പുറത്തു പറയാൻ പറ്റത്തില്ല. അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ ഇതിപ്പം സോനയുടെ അച്ഛനും അമ്മയും കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ സിബിൻ എന്താ പറയാനുള്ളേ? മോളെ എങ്ങനെ നോക്കും? അവളെ ഞാൻ പൊന്നു പോലും ഒരു കുറവും വരുത്തില്ല. ഇപ്പൊ അമ്മയുടെ ഒരു കോള് വന്ന സോന എങ്ങനെ റെസ്പോണ്ട് ചെയ്യും? സംസാരിക്കും. സോറി പറയും. എന്നിട്ട് തിരിച്ച് വിളിക്കുകയാണെങ്കിൽ പോവോ? അല്ല, വിളിക്കാൻ ഓൾറെഡി നോക്കിയതാ അങ്ങോട്ട്. പക്ഷെ എടുക്കില്ല, താല്പര്യമില്ല അമ്മയ്ക്ക് ഫോൺ എടുക്കാൻ. ഇവിടെ അതാണ് പ്രശ്നം. അച്ഛനെ വിളിക്കാൻ ശ്രമിച്ചോ? അച്ഛനായിട്ട് സംസാരമുണ്ട്, കുഴപ്പമൊന്നുമില്ല. അച്ഛൻ ഓക്കെ ആണപ്പോ? അച്ഛക്ക് കുഴപ്പമില്ല. അങ്ങനെ ഒരു ഇത് ഇടയ്ക്ക് പുള്ളി വൈകിട്ടാകുമ്പോൾ ടെൻഷൻ ആകുമ്പോൾ വിളിച്ച് അതും ഇതൊക്കെ പറയുമെങ്കിലും പുള്ളി കുഴപ്പമില്ല. പക്ഷെ അമ്മയ്ക്ക് ഒരുപാട് വിഷമായിപ്പോയി ഇറങ്ങി വന്നല്ലേ, അതുകൊണ്ട്. ഹോസ്പിറ്റലിൽ പോയി കാണാൻ ശ്രമിച്ചൂടായിരുന്നു അമ്മയെ? നിന്റെ അച്ഛനും അമ്മയും നിനക്കറിയില്ല, അവര് നിന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ള കാര്യം. ചിലപ്പോ ഒന്ന് അടിച്ചേക്കാം, അല്ലെങ്കിൽ കുറച്ച് ദേഷ്യപ്പെട്ടേക്കാം, കരഞ്ഞേക്കാം. അതിൽ കൂടുതൽ നിന്നൊന്നും ചെയ്യില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ? അല്ല, അവളൊന്നും ചെയ്യില്ലായിരിക്കും. പക്ഷേ നീ കൂടെ പോണമെന്നില്ല, അവർക്ക് പോയി അമ്മയെ കാണാലോ. തന്നെ പോയാൽ തിരിച്ചു വരുമെന്ന് ഉറപ്പുണ്ടാവും. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.